ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ചാനൽ എന്താണെന്നോ ബിസിനസ് എന്താണെന്നോ അവിടുത്തെ കോൺട്രാക്ട്സും ഡീലിംഗ്സും എന്താണെന്നോ ഇതൊന്നും അറിയാതെ ഇതിലൊക്കെ വന്ന് ഇടപെടാൻ നിന്നോട് ആരാശിതെ പറഞ്ഞത്? നീ അവർക്ക് വാക്ക് കൊടുത്തൊന്നും പറഞ്ഞ് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടി വന്നാലും ഇവർക്ക് ആ കോൺട്രാക്ട് കൊടുക്കാൻ പറ്റില്ല. ഇത് പൃഥ്വി തീരുമാനിച്ചു എന്ന് ചേച്ചിയോട് പറഞ്ഞ ചേച്ചി പിന്നെ മാറ്റി പറയൂ? ഇത് നിസ്സാര കാര്യമല്ലേ? എനിക്ക് ചാനലിൽ അത്ര എക്സ്പീരിയൻസ് ഒന്നും ആയിട്ടില്ലല്ലോ, അതാ ഞാൻ പറഞ്ഞത്. ചേച്ചിയോട് തന്നെ സംസാരിക്കുന്നതാണ് നല്ലത്. ഞാൻ ചേച്ചിയെ വിളിക്കാം. ചേച്ചി പൃഥ്വി എടോ. ചേച്ചി ഹലോ മാഡം. ആ, നിങ്ങളായിരുന്നു? അതെ മാഡം. ആ കോൺട്രാക്ടിന്റെ കാര്യം അത് നടക്കില്ലെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാണല്ലോ, പിന്നെന്താ വീണ്ടും വന്നേ? വെറുതെ നിങ്ങളുടെ എന്റെ സമയം കളയാതെ പോവാൻ നോക്ക്. ചേച്ചി, മനു എന്റെ കോളേജ് മേറ്റാ. അതിനിപ്പോ എന്താ? അല്ല, അത് ഇവർക്ക് കോൺട്രാക്ട് കൊടുത്താ അവര് നന്നായിട്ട് ചെയ്തു തരും. നല്ല മാർക്കറ്റിംഗ് കമ്പനിയല്ലേ നടത്തുന്നേ? അഷിത, കോൺട്രാക്ട് ഇവർക്കല്ല കൊടുക്കുന്നതെന്ന് നേരത്തെ തീരുമാനിച്ചു കഴിഞ്ഞതാ. മറ്റൊരു കമ്പനിയുമായിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ ഓൾറെഡി സംസാരിച്ചു കഴിഞ്ഞതാ. ഇനി എനിക്കിതിലൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ പോയിക്കോളൂ. നമുക്കിറങ്ങാം. അയ്യോ നിക്ക്. സാരമില്ല അഷിത, ഇറ്റ്സ് ഓക്കെ. താൻ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെയല്ല, നിങ്ങൾ നിക്ക്. ഈ കോൺട്രാക്ട് നിങ്ങൾക്ക് തന്നെ കിട്ടും. ഞാനൊന്ന് സംസാരിക്കട്ടെ. എടോ, താനിത് എങ്ങോട്ടാ? നിങ്ങളിരിക്കെ. ചേച്ചി, ചേച്ചി എന്തിനിങ്ങനെ വെറുതെ വാശി കാണിക്കുന്നേ? നമ്മൾ ഈ കോൺട്രാക്ട് ഇപ്പൊ മനുവിന് കൊടുത്ത എന്ത് സംഭവിക്കാനാ? എന്തായാലും നമ്മളിത് ആർക്കെങ്കിലും കോൺട്രാക്ട് കൊടുത്തേ പറ്റൂ. അതിപ്പോ ഇവർക്കാവുന്നതിൽ എന്താ പ്രശ്നം? ഇതിപ്പോ എനിക്ക് അറിയാന്നുള്ളവരല്ലേ. ഇവരിത് എന്തായാലും നന്നായിട്ട് ചെയ്യും. അഷിതേ, നിനക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. വെറുതെ അറിയാത്ത കാര്യം സംസാരിക്കാൻ നിൽക്കരുത്. ഞാൻ ഈ കോൺട്രാക്ട് മറ്റൊരു കമ്പനിയുമായി സംസാരിച്ചു എന്ന് പറഞ്ഞത് നീ കേട്ടതല്ലേ ഷി? ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. ചേച്ചി, അങ്ങനെ പറയല്ലേ ചേച്ചി. ഇത് നമ്മുടെ കമ്പനിയല്ലേ, തീരുമാനം നമ്മൾ തന്നെയല്ലേ എടുക്കേണ്ടത്. അതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റാത്ത കാര്യങ്ങളൊന്നും അല്ലല്ലോ. ചേച്ചി പറഞ്ഞു വെച്ച കമ്പനിയോട് തീരുമാനം മാറ്റിയെന്ന് പറഞ്ഞിട്ട് ആ കോൺട്രാക്ട് മനുവിന് കൊടുത്താൽ എന്താ? ഇവർക്കത് വാങ്ങിച്ചു കൊടുക്കാന്ന് ഞാൻ വാക്ക് പറഞ്ഞതാ. ഇനി അത് പറ്റില്ല എന്നൊന്നും പറഞ്ഞാൽ ശരിയാവില്ല. ഡിസിഷൻ നമ്മൾ എടുക്കേണ്ടതാണെന്ന് പറഞ്ഞ് തോന്നിയതുപോലെ തീരുമാനം എടുക്കാനൊന്നും പറ്റില്ല ശിവ. അങ്ങനെ എടുത്താ അത് ശരിയാവുകയില്ല. ബിസിനസ്സിൽ കുറച്ച് എത്തിക്സ് ഒക്കെ ഉണ്ട്. അതൊന്നും കളഞ്ഞൊന്നും ചെയ്യാൻ പറ്റില്ല ശിവ. ചാനൽ എന്താണെന്നോ ബിസിനസ് എന്താണെന്നോ അവിടുത്തെ കോൺട്രാക്ട്സും ഡീലിംഗ്സും എന്താണെന്നോ ഇതൊന്നും അറിയാതെ ഇതിലൊക്കെ വന്ന് ഇടപെടാൻ നിന്നോട് ആരാശിതെ പറഞ്ഞത്? നീ അവർക്ക് വാക്ക് കൊടുത്തൊന്നും പറഞ്ഞ് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടി വന്നാലും ഇവർക്ക് ആ കോൺട്രാക്ട് കൊടുക്കാൻ പറ്റില്ല. ഞാൻ ഇതുവരെ അവസരം കൊടുക്കാത്ത ആൾക്കാരൊന്നും അല്ല മനുവിന്റെ അച്ഛനും. കഴിഞ്ഞ തവണ കൊടുത്ത കോൺട്രാക്ട് ഇവര് മര്യാദയ്ക്ക് ചെയ്തില്ല എന്ന് മാത്രമല്ല, ചാനലിന്റെ പേര് മിസ്യൂസ് ചെയ്യുകയും ചെയ്തു. ഇനി ഒരു കാരണവശാലും അവരെ നമ്മുടെ ചാനലുമായിട്ട് അടുപ്പിക്കുന്ന ഒരു പ്രശ്നവും ഇല്ല ഷി. എല്ലാവരും ആദ്യം കിട്ടുന്ന അവസരം നന്നായി ഉപയോഗിച്ച് ഇംപ്രഷൻ ഉണ്ടാക്കി രക്ഷപ്പെടാൻ നോക്കും. അത് തന്നെ മിസ്യൂസ് ചെയ്തവരെ ബുദ്ധിയുള്ളവർ ആരെങ്കിലും അടുപ്പിക്കോ? അപ്പൊ ഞാൻ അവരുടെ മുന്നിൽ നാണം കെട്ടട്ടെന്നാണോ? എന്റെ ഫ്രണ്ടിന്റെ അച്ഛന്റെ മുന്നിൽ എന്നെ അപമാനിക്കാനാണോ ചേച്ചിയുടെ പ്ലാൻ? ഞാൻ ആരെയും നാണം കെടുത്താനോ അപമാനിക്കാനോ ഒന്നും നോക്കുന്നില്ല. ഇത് നീ തന്നെ വലിച്ച് തലയെ കയറ്റി വെച്ച പ്രശ്നങ്ങളല്ലേ. നോക്ക്,
അതൊന്നും പരിഹരിക്കേണ്ടത് എന്റെ ജോലിയല്ല, പ്രത്യേകിച്ച് ബിസിനസിന്റെ കാര്യത്തിൽ. പൃഥ്വി, ഇതാ വരുന്നു ചേച്ചി. ഒരു മിനിറ്റ്. ചേച്ചി, പൃഥ്വി, നീ അഷിതയോട് മര്യാദയ്ക്ക് വീട്ടിലെ കാര്യങ്ങൾ നോക്കി ആദ്യം അതൊക്കെ നന്നായിട്ട് ചെയ്യാൻ പഠിക്കാൻ പറ. അത് കഴിഞ്ഞു മതി ബിസിനസ്സിലുള്ള ഇടപെടല്. ഒന്നും അറിയാതെ എടുത്തു ചാടി അങ്ങനെ ചെയ്തോ ഇങ്ങനെ ചെയ്തോ എന്നുള്ള തീരുമാനമൊന്നും എടുക്കാൻ പറ്റത്തില്ല പൃഥ്വി. ആദ്യം പടിപടിയായി കാര്യങ്ങൾ എങ്ങനെയാന്നൊക്കെ മനസ്സിലാക്കി പഠിക്കണം. അല്ലാതെ എനിക്കെല്ലാം അറിയാന്നുള്ള ഭാവത്തില് വലിയ വലിയ തീരുമാനങ്ങളൊന്നും എടുക്കാൻ ശ്രമിക്കരുത്. ഈ ബിസിനസ് എല്ലാം എന്റെ മാത്രമൊന്നും അല്ല, നിനക്കും അഷിതയ്ക്കും എല്ലാത്തിലും അവകാശമുണ്ട്. പക്ഷേ ആർക്ക് എന്തൊക്കെ അവകാശങ്ങൾ കൊടുക്കണമെന്നും നിങ്ങൾക്കതിനുള്ള പ്രാപ്തി എപ്പോ ഉണ്ടാവുന്നു എനിക്കറിയാം. നിന്റെ ഭാര്യ ഇതൊക്കെ പറഞ്ഞൊന്ന് മനസ്സിലാക്ക്. ഇനി ഈ രീതിയിൽ ഞാൻ സംസാരിക്കാനുള്ള ഇട ഉണ്ടാക്കരുത്, കേട്ടല്ലോ? ചെല്ല്. ഓക്കെ ചേച്ചി. ഐ എം സോറി മനു. ചേച്ചി, അത് സാരമില്ല. ഞങ്ങൾക്ക് വേണ്ടി അക്ഷിത ഇത്രയൊക്കെ സംസാരിച്ചില്ലേ, അത് തന്നെ ധാരാളം. ഞങ്ങളാണ് ശരിക്കും അക്ഷിതയോട് സോറി പറയേണ്ടത്. ഒന്നും മനസ്സിൽ വെക്കരുത്. എന്നാ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. ശരി അക്ഷിതേ. താനിവിടെ നില്ലാൻ തോന്നുന്നു. ഞാൻ പൂർണിമ ചേച്ചിയുടെ കാര്യം ഓർക്കായിരുന്നു. ചേച്ചി ജീവിക്കുന്നത് ആ കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി മാത്രം. പക്ഷെ ആ വീട്ടിലെ എത്ര പേര് പൂർണിമ ചേച്ചിയെ അതേ അളവിൽ തിരിച്ച് സ്നേഹിക്കുന്നുണ്ട്. മനുഷ്യരെല്ലാവരും ഒരു പരിധിവരെ സ്വാർത്ഥരാണ്. സ്വന്തം കാര്യം കഴിഞ്ഞേ മറ്റുള്ളവരെ കുറിച്ചൊരു ചിന്ത വരൂ. നമ്മളങ്ങനെ തന്നെയാ. എന്നാലും ചേച്ചിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്.